സ്വന്തം ശരീരത്തിൽ തന്നെ മാറ്റം വരുത്താൻ കഴിവുള്ള റബ്ബ് ദുനിയാവിൽ തന്നെ ശിക്ഷ തരാനും കഴിവുള്ളവനാണ്. നമ്മുടെ രൂപം മാറ്റാനും കഴിവുള്ളവനാണ്. ഇതൊക്കെ ഓതിത്തരുമ്പോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ആയത്ത് ഓതിക്കൊടുക്കുമ്പോ പലരും നബി തങ്ങളെ പരിഹസിക്കുകയാണ്. ചിലര് പറയുന്നു അതൊരു പാട്ട് പാടുകയാണ്, കവിത ചൊല്ലുകയാണ്, ജ്യോത്സ്യന്മാര് ഓതിക്കൊടുത്ത വർത്തമാനങ്ങൾ പറയുകയാണ്. അവിടെയാണ് അല്ലാഹുവിന്റെ മറുപടി, വമാ അല്ലംനാഹു ശിഅറ വമാ യൻബഗി ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ. വമാ അല്ലംനാഹു ശിഅറ, കവിത നമ്മുടെ നബി തങ്ങൾക്ക് കവിത പഠിപ്പിച്ചിട്ടില്ല, പാട്ട് പഠിപ്പിച്ചിട്ടില്ല. വമാ യൻബഗി ലഹു, പാട്ട് പാടിയിട്ട് ജനങ്ങളെ സ്വാധീനിക്കേണ്ട ആവശ്യം മുത്തുനബി തങ്ങൾക്കില്ല. പിന്നെ ഈ ഓതിക്കൊടുക്കുന്നത് എന്താണ്? ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ, അത് വ്യക്തമായ ഖുർആനാണ്, അല്ലാഹുവിങ്കൽ നിന്നുള്ള ഉത്ബോധനമാണ്. ഒരിക്കലും അത് പാട്ടല്ല. എന്തേ അതിനെ സംബന്ധിച്ച് പലരും പാട്ടെന്ന് പറയാൻ കാരണം, മനുഷ്യനിൽ സ്വാധീനിക്കുന്ന ഒന്നാണല്ലോ പാട്ട്, മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒന്നാണ് കവിത. ചില കവിതകൾക്ക് മനുഷ്യന്റെ മനസ്സിൽ ആഴത്തിൽ സ്വാധീനം ഉണ്ടാകാറുണ്ട്, ചില പാട്ടുകൾക്ക് വലിയ സ്വാധീനം ഉണ്ടാകാറുണ്ട്. അപ്പൊ ഖുർആൻ കേട്ടിട്ട് ഓരോരുത്തരും നബി തങ്ങളെ സ്വീകരിക്കുമ്പോ പലരും പറഞ്ഞു പാട്ട് പാടിയിട്ട് സ്വീകരിക്കാണ്, കവിത ചൊല്ലിയിട്ട് ആളെ കൂട്ടാണ്. അല്ലാഹു പറഞ്ഞു പാട്ട് പാടുകയല്ല, കവിത ചൊല്ലുകയല്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ, അതെ അത് ഖുർആനാണ് ഓതുന്നത്. മറ്റാരെങ്കിലും പാടുന്ന പാട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് പാടിയിട്ടുണ്ട്, അനുകൂലം പറഞ്ഞിട്ടുണ്ട്, സമ്മതം കൊടുത്തിട്ടുണ്ട്. പാട്ടിന്റെ വിഷയം വന്നതുകൊണ്ട് പറയട്ടെ, മദ്ഹൊക്കെ കേൾക്കും ചിലര്, കേൾക്കാൻ ഏറ്റവും നല്ലത് ഖുർആനാണ്. മദ്ഹിന് കുറവുണ്ട് എന്നല്ല, ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടത് എന്താണ്? ഖുർആനാണ്. മദ്ഹൊക്കെ കേൾക്കാം, മുത്തുനബി തങ്ങൾ കേട്ടിട്ടില്ലേ മദ്ഹ്? അധികരിപ്പിക്കേണ്ടത് മദ്ഹല്ല, അധികരിപ്പിക്കേണ്ടത് ഖുർആനാണ്. ഖുർആൻ നന്നായി. മുമ്പ് ഞാൻ ഒരിക്കലും വീട്ടിൽ പോയപ്പോ എനിക്ക് വലിയ സന്തോഷം. ഒരു വെള്ളിയാഴ്ച എന്നെ ഓർമ്മ ശരിയാണ്. രാവിലെ തന്നെ സുബഹി നിസ്കാരം കഴിഞ്ഞ് ആ വീട്ടിലുള്ള വീട്ടുകാരൻ പള്ളിയിൽ നിന്ന് ഖുർആനൊക്കെ ഓതിയിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ചാണ് ഒരു വീട്ടിൽ പോയത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് അൽക്കഹഫ് അങ്ങനെ ഓതുന്നു. അൽക്കഹഫ് ഓതുന്ന സമയത്ത് ആരും സംസാരിക്കുന്നില്ല, മക്കളൊക്കെ നന്നായി ശ്രദ്ധിക്കാണ്. എല്ലാവരും കേൾക്കുന്ന രീതിയിൽ പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിലെ ഇമാമിന്റെ ഓത്ത് ആ വീട്ടിൽ ഇങ്ങനെ മുഴങ്ങും. അതൊരു സന്തോഷം. നമ്മുടെ നാട്ടിലെ ആളുകൾ നേരെ മറിച്ച ഒരു വാഹനത്തിൽ പോകുകയാണെങ്കിലും മുട്ടും കൊട്ടും കരവിയുള്ള പാട്ടിട്ട് ഒരു പക്ഷേ കാത് പീസാക്കി കളയും. എന്നാൽ ആ പാടുന്ന എന്താന്ന് അവർക്കും മനസ്സിലാവില്ല, കേൾക്കുന്നവർക്കും മനസ്സിലാവില്ല. അഥവാ ഈ പാടുന്ന എന്താ? പാടുന്ന ഹിന്ദിയാണ്. ഹിന്ദി നിങ്ങൾക്ക് അറിയാം, മാലൂം നഹി കുച്ച് ബി നഹി ഒന്നും അറിയില്ല, അങ്ങനെ പാടുക. ആ പാട്ടിനനുസരിച്ച് ഇയാളിങ്ങനെ തുള്ളാണ്, ആ പാട്ടിനനുസരിച്ച് അയാളങ്ങനെ മുട്ടുകയാണ്, അതൊന്നും അറിയില്ല. പക്ഷെ അറബികൾ അങ്ങനെയല്ല, അവര് വാഹനം എടുത്ത് കുറച്ച് മുന്നോട്ട് പോയാൽ ഖുർആൻ ആ വാഹനത്തിൽ നിന്ന് അങ്ങനെ കേട്ട് സന്തോഷത്തോടെ ആസ്വദിച്ചു. സംസാരിക്കാൻ ഇപ്പുറത്തുള്ള ആള് തുടങ്ങിയെന്ന് കണ്ട അവര് പെട്ടെന്ന് ഓത്ത് നിർത്തും, സംസാരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെയും ഓത്ത്, പരമാവധി ഓത്ത് കേൾക്കുന്നത് നന്നായി ഇഷ്ടപ്പെട്ടിരുന്ന നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് സ്വഹാബത്തിന്റെ ഓത്ത് തങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചതും കേട്ടതൊക്കെ. കേൾക്കാൻ വേണ്ടി തങ്ങൾ ഇരുന്നു കൊടുത്തത്, മദ്ഹും കേൾക്കാൻ ഇരുന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അധികം തങ്ങൾ ബഹുമാനിച്ചതും കേട്ടതും സന്തോഷിച്ചതൊക്കെ ഖുർആനിന്റെ പേരിൽ. മദ്ഹ് പാടാനല്ലേ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ മിമ്പർ കെട്ടിക്കൊടുത്തത്? മദ്ഹ് മോശമൊന്നുമല്ല, മദ്ഹ് സ്വീകരിക്കാം, നേതൃത്വം സ്വീകരിക്കാം. പക്ഷേ പാടാൻ പാടില്ലാത്ത പാട്ടുകൾ അത് പാടരുത്. അതെറ്റാണത് പാടരുത്. ആരോ പാടിയ പ്രേമഗാനങ്ങളൊന്നും നമ്മൾ എടുത്ത് പാടേണ്ട ആവശ്യമില്ല. അവര് പ്രേമ നൈരാശ്യം കൊണ്ടോ അല്ലെങ്കിൽ കാമുകിയെ കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കിട്ടിയ കാമുകിയെ ശരിയാകാത്തത് കൊണ്ടൊക്കെ പാടിയിട്ടുണ്ടാവും.
നമ്മളത് ഏറ്റുപാടേണ്ട ആളുകളല്ല. നമ്മൾ മദ്ഹ് ഇവിടെ കണ്ടില്ല, നിങ്ങൾ കുട്ടികൾ പാടിയത് റിഫായി ശൈഖിന്റെ മാല, മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ മൗലിദൊക്കെ എത്ര സന്തോഷമാണ്. അതൊക്കെ നമ്മൾ പഠിക്കണം. നല്ല നല്ല മദ്ഹുകളൊക്കെ പഠിക്കണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ലോണം മദ്ഹ് പാടിയ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. മുത്തുനബി തങ്ങളെ പുകഴ്ത്തി പാടിയ സ്വഹാബമാരെ കൂട്ടത്തിൽ നിന്ന് പ്രഗൽഭനായ സ്വഹാബിയാണ്. ആ സ്വഹാബിയെ പറ്റി തങ്ങൾ പറഞ്ഞു, ഇന്നാ ഖാകും ലാ യഖൂലുർ റഫസ്, നിങ്ങളെ സഹോദരൻ അബ്ദുല്ലാഹി ഇബ്നു റവാഹ വേണ്ടാത്തതൊന്നും പറയുന്ന ആളല്ല, നല്ലത് മാത്രം പറയുന്ന ആളാണ്. എന്നിട്ട് ആ സ്വഹാബി പാടിയ പദ്യം പാടി, വഫീനാ റസൂലുള്ളാഹി യത്ലു കിതാബഹു ഇദൻ ശഖ മഅറൂഫും മിനൽ ഫജ്രി സാത്തിഉ അറാനൽ ഹുദാ ബഅദൽ അമാ ഫഖുലൂബുനാ ബിഹി മുഖിനാതുൻ അന്ന മഖാല വാഖിഉ യബിതു യുജാഫി ജംബഹു അൻ ഫിറാശിഹി ഇദ ഇസ്തസ്ഖലത് ബിൽ മുശ്രികീനൽ മലാജിഉ. തങ്ങളും ആ പറയുന്ന പാട്ട് ഏറ്റുപാടി എന്നുള്ളത് വലിയൊരു സമ്മതമാണ്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു വലിയൊരു സമ്മതമാണ്. അതുപോലുള്ള നാത്തുകളും മദ്ഹുകളൊക്കെ പാട് നമ്മളെ വീട്ടിലും മുഴങ്ങേണ്ടത് അതാണ്. മറ്റനാവശ്യ ഗീതങ്ങളും സംഗീതങ്ങളൊന്നും മുഴങ്ങരുത്. ഇന്ന് എന്റെ ഉമ്മമാരോട് ഞാനൊരു ദുഃഖം പറയട്ടെ, സങ്കടം പറയട്ടെ. ഇന്ന് അവർ നോക്കാനും ഒന്ന് ആട്ടി തൊട്ടിലിട്ട് ആട്ടാനും നേരല്ലല്ലോ ആളുകൾക്ക്. നേരല്ല എന്നാണ് ആൾക്കാർ പറയുന്നത്, നേരം ഉണ്ടായിട്ടില്ലെന്ന് അറിയില്ല. അപ്പൊ അവിടെ പതുക്കെ മൊബൈൽ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കും. കുട്ടികൾ കരയാണെങ്കിൽ ആ കുട്ടികളുടെ കയ്യിൽ കൊടുക്കും എന്തെങ്കിലും ഒരു കോമഡി ശബ്ദങ്ങൾ, അല്ലെങ്കിൽ സാങ്കല്പിക കഥകൾ, അല്ലെങ്കിൽ കുറെ കാർട്ടൂണുകൾ, അങ്ങനെ പലതോ കൊടുക്കും. നല്ല നല്ല ചരിത്രങ്ങൾ, കഥകളാണ് പഴയകാലത്ത് ഉമ്മമാര് പഠിപ്പിച്ചിരുന്നത്. ഭക്ഷണം കഴിക്കാത്ത കുട്ടിയെ മടിയിൽ ഇരുത്തിയിട്ട് മൂസാ നബിന്റെ ഒരു കഥ, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു കഥ, അങ്ങനെയുള്ള കഥകളുണ്ടല്ലോ. അതാണ് പഴയ കാലത്ത് ഉമ്മമാര് പറഞ്ഞിരുന്നത്. അപ്പൊ അത് കേട്ടുകൊണ്ട് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നു, കേൾക്കുന്നു, രണ്ടും സന്തോഷം. ഇന്നതല്ല, ഇന്ന് വേറെ കുറെ കഥയാണ്. മണ്ടപ്പന്റെ കഥ, കുറെ ആൾക്കാരെ കഥ, വേറെ കുറെ കഥകള്, അതൊക്കെ കേൾക്കുന്നു. അതുകൊണ്ട് കുട്ടികളെ മനസ്സിൽ കാര്യമായിട്ടൊന്നും ഉദിക്കൂല, ഒരു വാസനകൾ ഉയർന്നു വരൂല. കുറെ കാർട്ടൂണുകൾ ഇങ്ങനെ കണ്ടിട്ടെന്താ കാര്യം? അതിനനുസരിച്ച് മ്യൂസിക് ഉണ്ടാകും. അത് ഏറ്റവും വലിയ മോശം. മ്യൂസിക് കേൾക്കുന്നത് ഹലാലല്ല, ഹറാമാണ്. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ് ഹറാമാണ്. ഞാൻ എന്റെ വക പറഞ്ഞതല്ല. എന്നിട്ട് അതിങ്ങനെ കേട്ടിട്ടാണ് നമ്മുടെ കാതും നമ്മുടെ മനസ്സൊക്കെ മരവിച്ചു പോകുന്നത്. പഴയകാലത്ത് ആ കുട്ടിയുടെ തൊട്ടിലിന്റെ അടുത്ത് വെച്ച് ഉമ്മമാര് അവര് സന്തോഷത്തോടെ ഇങ്ങനെ തൊട്ടിലിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ചൊല്ലുമ്പോ തന്നെ എന്തൊരു സന്തോഷമാണ്. മുത്തുനബി തങ്ങളെ താരാട്ട് പാടിയിരുന്ന, ഉറക്കിയിരുന്ന ശൈമാ ബീവി റളിയല്ലാഹു അൻഹാ തൊട്ടിലിൽ പിടിച്ച് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചൊല്ലിയിരുന്നത്, യാ റബ്ബനാ അബ്ഖീ ലനാ മുഹമ്മദാ, യാ റബ്ബനാ അബ്ഖീ ലനാ മുഹമ്മദാ. റബ്ബേ, ഈ കുട്ടിയെ ഞങ്ങൾക്ക് നീ ഒരുപാട് കാലം ബാക്കിയാക്കി തരണം. സന്തോഷമുള്ള വരികളാണ് ചൊല്ലിയിരുന്നത്. കുട്ടിക്കാലത്തും യൗവനത്തിലും വാർദ്ധക്യത്തിലും ഒരു കേടുപാടുകളും പറ്റാതെ ഈ കുട്ടി എങ്ങനെ ബാക്കിയാക്കി തരണം. സന്തോഷത്തോടെയുള്ള വചനങ്ങളാണ് ചൊല്ലിയിരുന്നത്. തങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നതും അങ്ങനത്തെ മദ്ഹുകളാണ്. കല്യാണ സദസ്സിലേക്ക് വരുമ്പോ ബദരീങ്ങളെ പറ്റിയല്ലേ ചെറിയ മക്കള് പാട്ടുപാടിയിരുന്നത്. ദഫ്മുട്ടിയിട്ട് പാട്ടുപാടിയപ്പോ കട്ടിലിൽ ഇരുന്നിട്ട് ആ പാട്ട് കേട്ട നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ഇന്നത്തെ കല്യാണങ്ങളിൽ മുഴങ്ങുന്ന ശബ്ദങ്ങൾ സങ്കടങ്ങളാണ്. പിശാചിന്റെ കുയലൂത്തുകൾ അവിടെ നടത്തരുത്. ബദരീങ്ങളെ മദ്ഹ് അവിടെ പാടണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പാടണം. അതും സഹോദരങ്ങളെ പേരിനും പ്രശസ്തിക്കും പെരുമക്കും വേണ്ടിയാകരുത്. നല്ല നിയ്യത്തോടുകൂടെ വന്നിരിക്കുന്ന ആളുകൾ ഒരു 10 മിനിറ്റ് അത് ശ്രവിക്കുന്ന രൂപത്തില് ശബ്ദഘോഷ
ദോഷങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകാതെ നല്ല രൂപത്തിലുള്ള പദ്യങ്ങൾ ആലപിക്കണം, സുന്നത്താണ്. ദഫ് മുട്ടുന്നത് കല്യാണത്തിന് പുതിയാപ്പിള ഇറങ്ങുമ്പോഴും പുതിയാപ്പിളെ സ്വീകരിക്കുമ്പോഴും നല്ലതാണ്. അതേ ബദരീങ്ങളെ മദ്ഹ് ചൊല്ലുന്നത് നല്ലതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹും ബദരീങ്ങളെ മദ്ഹിൽ പെട്ടുപോയി. കാരണം ബദരീങ്ങളുടെ നേതാവ് ഒന്നാമത്തെ ആള് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതാണ് ശീലിക്കേണ്ടത്. ഇന്ന് 10,000-20,000 25,000 ചുരുങ്ങിയ കണക്കാ പറയുന്നത്. നീണ്ടത് 2 ലക്ഷം അതിലധികം വരെ പോകും. പാടാനും അതിന്റെ ഹാർമോണിയം മുഴക്കാനും കുയലൂത്ത് നടത്താനുമുള്ള ഒരു സംഘത്തെ കൊണ്ടുവരികയാണ്. അങ്ങനൊന്നും നമ്മളെ നാട്ടിലും വീട്ടിലും കല്യാണം നടത്തരുത്. പച്ച ഹറാമ് ചെയ്തിട്ട് പണം ദുരുപയോഗപ്പെടുത്തരുത്. അതെന്തൊക്കെ ചെയ്താലും ഏതെങ്കിലും ഉസ്താദ് സംസാരിച്ചാലും ഏതെങ്കിലും ഉസ്താദ് കല്യാണത്തിന് വരാറുന്നാൽ അത് മാത്രമേ സംസാരമാകുള്ളൂ. അവിടെ എന്താ മുട്ടിയത് മുഴങ്ങിയത് അതൊന്നും നോട്ടുണ്ടാവൂല. അങ്ങനെയാണ്. ഞാനൊരു സ്ഥലത്ത് കല്യാണത്തിന് പോയി. അയാൾ വളരെ സ്നേഹത്തോടെ വിളിച്ചിട്ടാ പോയത്. കുറെ ദൂരം താണ്ടി വന്നു. പോയി നോക്കുമ്പോ ഒരു സാധനം ഇങ്ങനെ മുഴങ്ങുന്നു. ഒരാളിങ്ങനെ അതിനനുസരിച്ച് അപ്പുറത്ത് ഇങ്ങനെ പാട്ട് വരുന്നു. ഇപ്പുറത്തൊരു പൊട്ട്, ഇപ്പുറത്ത് ഇങ്ങനെ ഒരു പലക വെച്ചിട്ട് ഒരാളിങ്ങനെ പാടുന്നുണ്ട്. എന്തൊക്കെയോ പാട്ടുകൾ. അല്ലാ, കേട്ടാ തന്നെ നാണം വന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഭക്ഷണം നിനക്ക് വേണ്ട, ഞാൻ പോകാൻ. ഞാൻ വന്നല്ലോ, നിങ്ങളെ ക്ഷണം സ്വീകരിച്ചിട്ടുണ്ട്, അസ്സലാമു അലൈക്കും. അല്ലെങ്കിൽ ഇപ്പൊ അതെടുത്ത് മാറ്റി. ഇനി ഇവിടെ പാടാനും നിങ്ങളെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചാണെങ്കിൽ അള്ളാഹ് മാപ്പാക്കി തരുന്നത് പറ്റില്ല. എത്ര പൈസ കൊടുത്തിട്ട് എത്ര പണം കൊടുത്തു. അപ്പൊ പലരും പറയുന്നത് എന്റെ ആഗ്രഹം കൊണ്ടല്ല, എളാപ്പാന്റെ ആഗ്രഹം. എളാപ്പാന്റെ മോളാത് ഇയാളെ ഇയാളെ മോനെ. ആരെങ്കിലും ആഗ്രഹമൊക്കെ നടപ്പാക്കേണ്ടത് നമ്മളെ കല്യാണം ആണോ? ആരെങ്കിലും ആഗ്രഹങ്ങൾ നാട്ടിൽ ആരെങ്കിലും ഒക്കെ പറയുന്നത് ചെലവാക്കുള്ളതാണോ കല്യാണം കാര്യങ്ങളൊക്കെ? എന്നിട്ട് എന്തെല്ലാം പേക്കുത്തരങ്ങളാണ്, അനാവശ്യങ്ങൾ. എന്റെ തൊട്ടടുത്ത് വീടിന്റെ തൊട്ടടുത്ത് പറമ്പുള്ള ഒരാളുണ്ട്. അയാൾ ഇപ്പൊ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു കല്യാണത്തിന് വരണം. എല്ലാരും വീട്ടിലൊക്കെ വിളിച്ചു. അപ്പൊ വീടിന്റെ അടുത്ത് താമസിക്കുന്ന ആൾ അയൽവാസിയല്ലേ, പറമ്പ് എവിടെ ഉള്ളൂ, വീടൊന്നുമില്ല. എന്നാലും ഇടക്കിടക്ക് ആ പറമ്പിലേക്ക് അദ്ദേഹം വരും, തോട്ടത്തിലേക്ക് വരും. ഞാൻ കല്യാണത്തിന് പോകണം എന്നൊക്കെ ഇങ്ങനെ കരുതി നിശ്ചയിച്ച് വീട്ടിൽ നിന്ന് ഉമ്മയും പറഞ്ഞൊക്കെ പോണം. പരിപാടി കഴിഞ്ഞ് രാത്രി ആളെ വീട്ടുമുറ്റത്തോടെ ഇങ്ങനെ പോകുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് 12 മണിക്ക് മലക്കുകളെ പോലും ഉറങ്ങാൻ പറ്റില്ല. ആ ജാതി ശബ്ദത്തിലാണ് സ്റ്റേജൊക്കെ കെട്ടിയിട്ട് കൊട്ടും കുറവേ. പിന്നെ കല്യാണത്തിന് പോണ പാടിക്ക് ചവിട്ടാൻ പാടില്ല. കല്യാണം ഒരു സുന്നത്തിന്റെ പേരിൽ എന്തിനാ 10-20 ഹറാമൊന്നായിട്ട് ഉണ്ടാക്കി തീർക്കുന്നത്? കല്യാണം കഴിക്കാന്നൂടെ? എന്നെക്കാലം മെച്ചതായിരിക്കും, അവനെ കുറ്റം കിട്ടൂല. പിന്നെ അവിടെ എല്ലാ സ്ഥലത്തും നടന്ന് വീട് മൊത്തം കറങ്ങാൻ ഒരാൾക്ക് പെർമിറ്റ്. ഫോട്ടോഗ്രാഫർ. അയാളേതാ? ഈ പെൺകുട്ടിയെ കാണാനും ആ വീട്ടിലുള്ളവരെ പകർത്താനും ഇയാൾക്ക് എന്ത് അധികാരം? പകർത്തേണ്ട ആവശ്യമുണ്ടോ ഇല്ലെന്നുള്ള വേറെ കഥ. അതിന്റെ പണം വേറെ ചെലവഴിച്ചു. പിന്നെ ഇയാൾ എല്ലാ സ്ഥലത്തും കറങ്ങുന്നു, ആർക്കും ഒരു പ്രശ്നമില്ല. ആ വീട്ടിൽ പുതുനാരിയായിട്ട് ഇരിക്കുന്ന ഒരു പെണ്ണുണ്ട്, അന്ന് എല്ലാവർക്കും പെർമിറ്റാണ്. തൊടാനും മുസാഫഹത്ത് ചെയ്യാനും എല്ലാത്തിനും ഒന്ന് ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കാനും തനിച്ച ഹറാമുകളാണ്. ചോദിക്കുമ്പോൾ അത് ബോയ് ഫ്രണ്ടാണ്, മറ്റേത് ബോയ് ഫ്രണ്ടിന്റെ ബോയ് ഫ്രണ്ട്. നാട്ടിൽ മൊത്തം മുറ്റത്ത് കറങ്ങി വെച്ചു കൊടുത്താൽ പോരുതാ, വേണ്ടവർക്ക് എന്തും ചെയ്തോളി. ലാസ്റ്റ് എല്ലാതും കഴിഞ്ഞിട്ട് കൊണ്ടുപോകാൻ. എന്താ സഹോദരങ്ങളെ, ഇതൊരു അങ്ങാടി ചരക്കാണോ? ഒരൊറ്റ ഹറാമിലും നമ്മുടെ കല്യാണത്തിന് സാക്ഷിയാകരുത്. അതിന് പറ്റുകയാണെങ്കിൽ നടത്തിയാൽ മതി. കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതാണ്, അവിടെ ഇങ്ങനെ ഗാനമേളയും മറ്റും ഉണ്ടാക്കിയിട്ട് ശബ്ദഘോഷം ഉണ്ടാക്കിയിട്ട് ഹറാമ് സൃഷ്ടിക്കരുത്. അള്ളാഹുവും അവന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മദ്ഹുകൾ അവിടെ ചൊല്ലണം. ഇസ്ലാം സാംസ്കൃതിക താല്പര്യത്തിന്റെ മതമാണെന്ന് വിമർശിക്കരുത്. ആവശ്യമുള്ള സുഖങ്ങളൊക്കെ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്, പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട്. പാട്ടുപാടാം നല്ലതാകണം, മദ്ഹ് പാടാം നല്ലതാകണം, മുട്ടണോ ദഫ് മുട്ടാം. ആട്ടുമുട്ടുകളൊക്കെ ആളുകൾക്ക് ശല്യമാണ്, ഒരാളെയും ശല്യപ്പെടുത്താൻ പാടില്ല.
പടക്കം പൊട്ടിച്ചിട്ട് ആരോ ജയിച്ചതിന്റെ പേരിലോ തോറ്റതിന്റെ പേരിലോ ഒരാളെ ഉറക്കം കെടുത്തിയാൽ, തൊട്ടിലിൽ കിടക്കുന്ന ഒരു കുട്ടിയുടെ ഉറക്കം കെട്ടുപോയാൽ, പ്രായാധിക്യമുള്ളൊരു ബാപ്പാന്റെയോ ഉമ്മാന്റെയോ ഉറക്കുണർന്നു പോയാൽ ആ പേരിൽ അല്ലാഹു തആല അവനൊരു ശിക്ഷ രേഖപ്പെടുത്തും. ഒരാളെയും ഉറക്കം കെടുത്താൻ പറ്റൂല. അത് രാത്രി 2 മണിക്കാണ് ജയിച്ച വിവരം അറിഞ്ഞിട്ട് ഒന്ന് പൊട്ടിച്ചു എന്ന് കരുതിക്കോളൂ. ആ ഇടങ്ങേറിന്റെ പേരിൽ അക്രമത്തിന്റെ ശിക്ഷ വാങ്ങണം മനുഷ്യ. ഒരാളെയും ശല്യപ്പെടുത്താൻ പാടില്ല, ഒരാൾക്ക് ഇടങ്ങേറുണ്ടാക്കാൻ പാടില്ല. ലാ ളററ വലാ ളിറാറ ഫിൽ ഇസ്ലാം. ഒരാൾക്കും ശല്യമാകുന്ന ഒന്നും ഇസ്ലാമിലില്ല. കല്യാണത്തിന്റെ അന്ന് രാത്രി അതിന്റെ തലേന്ന് പടക്കങ്ങളോ പടക്കം പൊട്ടിച്ചിട്ട് എത്ര ആളുകൾക്കാണ് അതുകൊണ്ട് ഇടങ്ങേറ്. ഞെട്ടി ഉണരുകയാണ്, നിസ്കാരത്തിലുള്ളവരെ ഇടങ്ങേറാവുകയാണ്. കുട്ടിയെ തൊട്ടില് തൽക്കാലം ഉറക്കിയിട്ട് അടുക്കളയിൽ എന്തോ ജോലിക്ക് പോയ ഉമ്മ കരച്ചിൽ കേട്ട് വീണ്ടും തിരിച്ചു വരികയാണ്. പിന്നെ ആ കുട്ടി ഉറങ്ങുന്നില്ല. കുട്ടി ഞെട്ടി പേടിച്ചുണർന്നു പോയി. മണിക്കൂർ കണക്കിന് ഉറക്കം നഷ്ടപ്പെട്ട് ആ മാതാവ് കുട്ടിയെ ഉറക്കാൻ ബുദ്ധിമുട്ടുകയാണ്. മരുന്ന് കഴിച്ചിട്ട് ആശ്വാസത്തോടെ കിടന്നുറങ്ങിയ വൃദ്ധയായ മാതാവും പിതാവും ഉറക്കുണർന്നു പോയി. സുബ്ഹി വരെ പിന്നെ അവർക്ക് ഉറക്കമില്ല. ഒരു സന്തോഷത്തിന്റെ പേരിൽ ഇങ്ങനെ ചെയ്യാവോ? പാടില്ല കേട്ടോ. ഇസ്ലാമിൽ അങ്ങനെ മറ്റൊരാളെ ഇടങ്ങേറാക്കുന്ന ഒരു സന്തോഷവുമില്ല. നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അതെന്തിന്റെ പേരിലാണെങ്കിലും ശരി, അങ്ങനത്തെ ശല്യപ്പെടുത്തുന്ന ഒരു സന്തോഷവും ഇസ്ലാമിലില്ല. പാകത്തിലുള്ള സന്തോഷങ്ങളൊക്കെ ഇസ്ലാമിലുണ്ട്. നല്ല നല്ല പാട്ടുകൾ പാടി കേൾക്കുന്ന ആളുകൾക്ക് കൂലി കിട്ടുന്ന, പാടുന്നവർക്ക് കൂലി കിട്ടുന്ന, ആഖിറത്തിൽ സന്തോഷം കിട്ടുന്ന നല്ല നല്ല പാട്ടുകൾ. ചില കല്യാണങ്ങളിലൊക്കെ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, ഇവിടെ ദഫ് മുട്ടാനൊന്നും ആരുമില്ലേ? അപ്പൊ ഇസ്ലാം ഒരു പരിമിതമായ കാഴ്ചപ്പാടിൽ വേണ്ട സന്തോഷങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പരിധി വിട്ടൊന്നും ഇസ്ലാം നൽകൂല. കാരണം അള്ളാഹുവിന്റെ ദീനല്ലേ. ഓരോരുത്തർക്കും തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയതല്ലേ. പെരുന്നാൾ ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്ന് 2 കുട്ടികൾ പാട്ടുപാടുക. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ വന്ന് ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. പിന്നെ നേരെ ഇങ്ങോട്ട് വരികയാണ്. എവിടേക്ക്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക്. അങ്ങനെ വീട്ടിലേക്ക് പോകുമല്ലോ, ഒന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ. ഒരു കുടുംബങ്ങളാണല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹയാണ് ആ വീട്ടിലുള്ളത്. സിദ്ദീഖ് തങ്ങളുടെ മോളാണ്. ഈ 2 കുട്ടികൾ പാട്ടുപാടാൻ, ചെറിയ 2 പെൺകുട്ടികളാണ്. ഓരങ്ങനെ പാട്ടാടാൻ പോണ പെൺകുട്ടികളൊന്നല്ല. തങ്ങളെ വീട്ടിൽ വന്നപ്പോ രസത്തിനാണ് പാട്ട് പാടിയതാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് കണ്ണുറ്റിട്ടൊരു നോട്ടം നോക്കി. കുട്ടികൾ പേടിച്ചിട്ട് പാട്ട് നിർത്തിപ്പോയി. അപ്പൊ ആ കട്ടിൽ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്നുണ്ട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. മക്കളെ ഉറക്ക സ്വലാത്തല്ലേ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. സ്വലാത്ത് ഉറക്ക ചൊല്ലണം. നമ്മുടെ സദസ്സിന്റെ ബർക്കത്താണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്താ പാട്ട് നിർത്തിയെന്ന് കേട്ട് തങ്ങൾ ഇങ്ങനെ എണീറ്റ് നോക്കുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കുന്നുണ്ട് കുട്ടികളെ. അപ്പൊ തങ്ങൾ പറഞ്ഞു, ദഅഹുമായ അബൂബക്കർ തങ്ങളെ കുട്ടികളെ വിട്ടേക്കൂ, അവർ പാടിക്കോട്ടെ. ഹാദാ ഈദുനാ, ഇത് നമ്മുടെ ആഘോഷ ദിനമല്ലേ. ഇന്നലി കുല്ലി ഉമ്മിൻ കുല്ലി ഖൗമിൻ ഈദ്, ഓരോ വിഭാഗത്തിനും ഓരോ ആഘോഷമുണ്ട്. ഇത് നമ്മുടെ പെരുന്നാൾ ദിനമല്ലേ, കുട്ടികൾ പാടിക്കോട്ടെ, നിങ്ങൾ കണ്ണുരുട്ടി പേടിപ്പിക്കണ്ട. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്ന, പടച്ചോനെ ശൈത്താന്റെ കൊയലൂത്ത് മുത്തുനബി തങ്ങളെ വീട്ടിലും വന്നോ. എന്തൊരു അച്ചടക്കത്തിന്റെ, ആദരവിന്റെ, ബഹുമാനത്തിന്റെ വീടാണത്. ഇവിടെയും ഇങ്ങനെ ശബ്ദഘോഷം ഉണ്ടാകുന്നു. ചെറിയ മക്കളല്ലേ പാട്ടുപാടുന്നത്, ആഘോഷത്തിന്റെ ദിനമല്ലേ, അവർ പാടിക്കോട്ടെ. നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ വിരുന്നിന് വന്ന മക്കൾ കൂടിയിട്ട് അവരങ്ങനെ തട്ടുംപുറത്തിരുന്ന് റൂമിൽ നിന്ന് അങ്ങനെ പാട്ടുപാടുകയാണ്. നല്ല പാട്ട് പാടിക്കോട്ടെ, അതിന് എതിർക്കണ്ട. ആഘോഷത്തിന്റെ ദിനമല്ലേ, സന്തോഷത്തിന്റെ ദിനമല്ലേ. പാടാൻ പറ്റാത്ത വീട്ടിന്റെ ഉള്ളിലും പറ്റൂല, പുറത്തും പറ്റൂല, എവിടെയും പറ്റൂല. നല്ല പാട്ടുകൾ അവർ പാടിക്കോട്ടെ. ദുനിയാവിൽ ത്യാഗം തരുന്നത്, മഹാന്മാരെ അനുസ്മരിപ്പിക്കുന്നത്, അല്ലാഹുവിന്റെ റഹ്മത്ത് എണ്ണി പറയുന്നത്, ഖബറിനെ ഓർമ്മിപ്പിക്കുന്നത്, പരലോകത്തെ ഓർമ്മിപ്പിക്കുന്നത്, മുത്തുനബി തങ്ങളെ മദ്ഹായി പറയുന്നത്, മഹാന്മാരുടെ മദ്ഹിന്റെ ഗുണങ്ങൾ എണ്ണി പറയുന്നത്. ഇഷ്ടം പോലെ പാടിക്കോട്ടെ, സന്തോഷമാണ്. അല്ലാത്തത് വേണ്ട, പാകത്തിനുള്ളത് മതി.
അതിലപ്പുറം അല്ലാഹു തആലാന്റെ ഹിസാബ് നമ്മൾ മറക്കരുത്. ഞാൻ എന്റെ പൈസ കൊണ്ടല്ലേ ഞാനത് ചെയ്യുന്നത്, മൊയ്ലിയാർ ആരാത് പറയാനെന്ന് ചോദിക്കണ്ട. മൊയ്ലിയാർ പറയുന്ന ദീനാണ്, മഹാന്മാര് പഠിപ്പിച്ചതനുസരിച്ച്. ഇതിൽ മാറ്റവും സ്വീകരിച്ചാലും സ്വീകരിച്ചവർക്ക് കാര്യം, അല്ലാത്തവർക്ക് സ്വീകരിക്കേണ്ട അത്രയേ ഉള്ളൂ. നമ്മുടെ വിഷയം ഓർമ്മപ്പെടുത്തി. ഞാൻ എന്നെ കുറിച്ചല്ലേ ചിന്തിക്കേണ്ടത്, പക്ഷെ സമൂഹത്തിൽ പറയേണ്ട വിഷയങ്ങളൊക്കെ പറയണമല്ലോ ഉസ്താദുമാര് പഠിപ്പിച്ചതുപോലെ. അതുകൊണ്ട് ഖുർആനെ പറ്റി ഒരു പാട്ടാണെന്ന് പറഞ്ഞപ്പോ അല്ലാഹു തആല പറഞ്ഞത് പാട്ടല്ല, ഖുർആൻ അല്ലാഹുവിന്റെ ദിക്റാണ്.